നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊരട്ടിക്ക് പിന്നാലെ ചാലക്കുടി നഗരത്തിലും പുലി ഇറങ്ങി. കണ്ണമ്പുഴ റോഡിലാണ് പുലിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. പെരിഞ്ഞനം ബീച്ച് റോഡിൽ ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പഞ്ചാരവളവ് സ്വദേശി പീടികപ്പറമ്പിൽ 74 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ബൈക്കിലും മരത്തിലും ഇടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് വന്നിരുന്ന ശ്രീലക്ഷ്മി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പന്നിത്തടത്ത് ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. അട്ടപ്പാടി സ്വദേശികളായ മുരുകേശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന പ്രതി വടിവാൾ വിനീതിനായി തിരച്ചിൽ ഊർജിതമാക്കി. പ്രതി കുമ്പളങ്ങാട് നിന്നും ബൈക്കിൽ കടന്നതായി സൂചന. കുമ്പളങ്ങാട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവർച്ച ചെയ്യപ്പെട്ടതായി കണ്ടെത്തി. SSLC +2 പരീക്ഷകൾ സമാപിച്ചു. ജില്ലയിലെ 267 കേന്ദ്രങ്ങളിലായി ഇത്തവണ 36,090 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. പരീക്ഷാ സമാപന ദിനത്തിൽ സംഘർഷം ഒഴിവാക്കാൻ ആഹ്ലാദ പ്രകടനങ്ങൾ അനുവദിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ്. മുന്നറിയിപ്പ് ലംഘിച്ചാൽ പോലീസ് സഹായം തേടാൻ പ്രധാന അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ കോർപ്പറേഷൻ ബജറ്റ് ഡെപ്യൂട്ടി മേയർ ML റോസി അവതരിപ്പിച്ചു. ആകെ 1197 കോടി 10,76,000 രൂപ ചെലവും 18,59,41,000 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മൊഴി നൽകാനായി ഹാജരാകാൻ K രാധാകൃഷ്ണൻ MPക്ക് വീണ്ടും ED നോട്ടീസ്. ഏപ്രിൽ 8 ഹാജരാകാനാണ് നിർദ്ദേശം. നന്ദിപുലത്ത് കുറുമാലി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നന്ദിപുലം വെളിയത്തുപറമ്പിൽ 25 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ്. പവന് 80 രൂപ വർദ്ധിച്ച് 65,560 രൂപയും ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 8,195 രൂപയുമായി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വരിനെല്ല് സമർപ്പണം നടന്നു. പാരമ്പര്യ അവകാശികളായ കൊരഞ്ഞിയൂർ കീഴാപ്പാട്ട് തറവാട്ടംഗങ്ങൾ വടക്കേ നടയിൽ വരിയരി സമർപ്പിച്ചു. മുൻ അധ്യാപകർ കലാമണ്ഡലത്തിന് മുൻപിൽ 15 ദിവസമായി നടത്തിവന്ന അനിശ്ചിതകാല സമരം നിർത്തിവെച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ചൂണ്ടലിൽ കൃഷിനാശം വരുത്തിയ 11 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കർഷകരുടെ പരാതിയെ തുടർന്നാണ് പഞ്ചായത്തിന്റെ നടപടി. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ധർണ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാട്ടൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അംബുജ രാജൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സീഡ് അഴിമതിക്കെതിരെ CPM എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ മതസൗഹാർദ്ദ സമ്മേളനവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. AICC സെക്രട്ടറി ഡോക്ടർ അറിവഴകൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ വാങ്ങിയ ഇലക്ട്രിക് ട്രോളി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സമർപ്പണം നിർവഹിച്ചു. സർക്കാരിന്റെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി പ്രകാരം കാട്ടൂർ രാമംകുളം തോട് ശുചീകരിച്ചു. കാട്ടൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത ഉദ്ഘാടനം ചെയ്തു.
എരുമപ്പെട്ടി മുണ്ടൻകോട് നിർധന കുടുംബത്തിന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. കാക്കശ്ശേരി അനശ്വര ക്ലബ്ബ് ഇഫ്താർ സംഗമം ഒരുക്കി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ജൈവരീതിയിൽ കൃഷി ചെയ്ത പച്ചമുളകിന്റെ വിളവെടുപ്പ് നടന്നു. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയെ വലപ്പാട് SHO അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. മാള അന്നമനട ബസ് സ്റ്റാൻഡിന് മുകളിൽ എഴുതി വെച്ചിരുന്ന ബോർഡ് മറച്ചു നിർമ്മാണം നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപണം. K കരുണാകരന്റെയും TU രാധാകൃഷ്ണന്റെയും പേര് മറച്ചുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തിരുവില്ലാമല പഞ്ചായത്തിലെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് M ഉദയനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് കുഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പോൾസൺ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി PK രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അപകടത്തെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ജയലക്ഷ്മി ബസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അവകാശികളിൽപ്പെട്ട പട്ടാര്യ സമുദായം വലിയ തമ്പുരാനെ കാഴ്ചക്കുല സമർപ്പിച്ചു. സമുദായം പ്രസിഡന്റ് സജീവ്, ജോയിന്റ് സെക്രട്ടറി രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയുടെ ബജറ്റിന് ഭരണസമിതിയുടെ അംഗീകാരം. ചർച്ചയിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തി. DCC അംഗം ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് സക്കര ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരം തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ ക്യാമ്പയിനിന് തുടക്കമായി. കിഴക്കേത്തലയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ IHRD കോളേജിൽ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് കൂട്ടധർണ സംഘടിപ്പിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
പഴയന്നൂർ അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രോത്സവത്തിന് സമാപനമായി. ക്ഷേത്രം തന്ത്രി KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട്, KPC നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വെങ്കിടങ്ങ് സെൻട്രൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ കച്ചവടക്കാരനെ ആക്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് ഒസാലു വീട്ടിൽ അഷ്റഫാണ് അറസ്റ്റിലായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.